നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. സിപിഐയിൽ ഭിന്നതയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഭിന്നത മാധ്യമ സൃഷ്ടി. പാർട്ടിയിൽ നടക്കുന്നത് ആരോഗ്യകരമായ ചർച്ചകൾ. സെക്രട്ടറി ഒറ്റപ്പെട്ടിട്ടില്ല. എഡിജിപിയെ മാറ്റി നിർത്തൽ സാധ്യമാകുമെന്നു തന്നെയാണ് കരുതുന്നതെന്നും കെ രാജൻ. തൃശൂർ ചേലക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ സ്കൂൾ വിദ്യാർത്ഥിനിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന കണ്ടക്ടർ അറസ്റ്റിൽ. പിടിയിലായത് തിരുവല്ലോമല പട്ടിപ്പറമ്പ് സ്വദേശി സഞ്ജിത്ത്. പ്രതിയെ ചേലക്കര പോലീസ് പിടികൂടിയത് കോയമ്പത്തൂരിൽ വച്ച്. ലക്കിടി കൂട്ടുപാതയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. അപകടം കണ്ടെയ്നർ ലോറിയും മിനി ലോറിയും കൂട്ടിയിടിച്ച്. മരിച്ചത് മിനി ലോറിയിലുണ്ടായിരുന്ന എടപ്പാൾ സ്വദേശി മുസ്തഫ. തിരുവല്ലോമലയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് താഴ്ചയിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാടക പ്രതിഭ ബാൽസൺ ഷൊർണൂർ അരങ്ങൊഴിഞ്ഞു. വിടവാങ്ങിയത് കലാരംഗത്തും പൊതുപ്രവർത്തന രംഗത്തും നിറഞ്ഞുനിന്ന വ്യക്തിത്വം. അപ്രതീക്ഷിത വിയോഗം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ. വാർത്തകൾ വിശദമായി. സിപിഐയിൽ ഭിന്നതയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഭിന്നതയുണ്ടെന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. എഡിജിപിയെ മാറ്റി നിർത്തൽ സാധ്യമാകുമെന്നു തന്നെയാണ് കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു. സിപിഐയിൽ യാതൊരുവിധ ഭിന്നതയുമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂരിൽ വ്യക്തമാക്കി. ഭിന്നത ഉണ്ടെന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ്. പാർട്ടിയിൽ നടക്കുന്നത് ആരോഗ്യകരമായ ചർച്ചയാണ്. സെക്രട്ടറി ഒറ്റപ്പെട്ടിട്ടില്ലെന്നും ഇപ്പോൾ പാർട്ടിയെടുത്ത എല്ലാ നിലപാടുകളും ഏകകണ്ഠമായിട്ടാണെന്നും കെ രാജൻ പറഞ്ഞു. എഡിജിപിയെ മാറ്റി നിർത്തൽ സാധ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സിപിഐയുടെ നിലപാട് പുറത്താക്കിയില്ലെങ്കിൽ എന്താകുമെന്ന് തീരുമാനിക്കേണ്ട ഒരു ഘട്ടമായില്ല. സിപിഐ എടുത്ത നിലപാട് തന്നെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാടുമായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകല്ലേ. ബാക്കി കാര്യങ്ങൾ ഇന്ന് ബിനോയ് വിശ്വം തൃശ്ശൂരിൽ വരുന്നുണ്ടല്ലോ. അദ്ദേഹത്തിനോട് ഏതെങ്കിലും കാര്യത്തിൽ ചോദിച്ചാൽ അദ്ദേഹം അഭിപ്രായം പറയുമായിരിക്കും. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. ആരൊക്കെയാണോ പാർട്ടി ചുമതലപ്പെടുത്തുന്നത് അവരെല്ലാവരും പറയും. അതിനൊരു പ്രയാസമില്ല. ആര് പറഞ്ഞാലും പാർട്ടിയുടെ നിലപാടായിരിക്കും. അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടി ആലോചിച്ചിട്ടില്ല. പത്രമാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകും. ഞങ്ങളുടെ പാർട്ടി ആലോചിച്ച കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങളോട് പറയും. ഒരു ഒളിച്ചുവെക്കലും ഇല്ല. പാർട്ടി എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി ജനങ്ങളോട് പറയും. ജനങ്ങളോട് പറയാൻ തീരുമാനിച്ച കാര്യത്തിൽ ഇതില്ല. അല്ല, ഞങ്ങളുടെ പാർട്ടി എക്സിക്യൂട്ടീവിൽ എന്തിനാണ് ഭിന്നത ഉണ്ടാകുന്നത്? ഞങ്ങളുടെ പാർട്ടി സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവോ സിപിഐയുടെ സംസ്ഥാന കൗൺസിലോ ഏതെങ്കിലും വിധത്തിൽ ഭിന്നതയുള്ളൊരു കേന്ദ്രമേ അല്ല. സാധാരണ നിലയിൽ ഒരു പാർട്ടിക്കകത്തുണ്ടാകേണ്ട ആരോഗ്യപരമായ ചർച്ചകൾ ഞങ്ങളുടെ പാർട്ടിയുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ചുകൊണ്ട് ഏതു പാർട്ടിയിലും ഉണ്ടാകുന്ന പോലെ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നാടക പ്രതിഭ ബാൽസൺ ഷൊർണൂർ അരങ്ങൊഴിഞ്ഞു. കലാരംഗത്തും പൊതുപ്രവർത്തന രംഗത്തും നിറഞ്ഞുനിന്ന ബാൽസന്റെ വിയോഗം ഷൊർണൂരിന്റെ വലിയ നഷ്ടങ്ങളിലൊന്നാണ്. തയ്യൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ മുൻനിരയിൽ നിന്ന ബാൽസൺ ഷൊർണൂർ പ്രഭാതം കലാസാംസ്കാരിക വേദിയുടെ സെക്രട്ടറിയുമായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏതാനും നാളുകളായി ചികിത്സയിലായിരുന്ന ബാൽസൺ ഷൊർണൂർ ശനിയാഴ്ച പുലർച്ചെയാണ് അരങ്ങൊഴിഞ്ഞത്. 73 വയസ്സായിരുന്നു. ഷൊർണൂർ മുണ്ടായ ചെട്ടിയാട്ടിൽ ബാലസുബ്രഹ്മണ്യനെ ബാൽസൺ ഷൊർണൂരാക്കിയത് നാടകമാണ്. നാടകകലയെ ജീവവായുവായി കണ്ട ആ പ്രതിഭ ഷൊർണൂർ സ്വാതി തിയേറ്റേഴ്സ് എന്ന സമിതി രൂപീകരിച്ച് നഗരിയുടെ കലാപരവും സാംസ്കാരികവുമായ ഉയിർപ്പിൽ വഹിച്ച പങ്ക് ചെറുതല്ല. നഗരിയുടെ നാടകാചാര്യനായി ഉയർന്നുവന്ന ആ പ്രതിഭ കലാരംഗത്തു മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. പ്രധാന ജീവിതമാർഗമായ തയ്യൽ തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തിരിച്ചറിഞ്ഞ അദ്ദേഹം തയ്യൽ തൊഴിലാളികളുടെ അവകാശ പോരാട്ടത്തിൽ ടൈലേഴ്സ് അസോസിയേഷൻ്റെ മുൻനിരയിലുമുണ്ടായിരുന്നു. അവിടെ ബാലസുബ്രഹ്മണ്യനായാണ് കക്ഷിരാഷ്ട്രീയ നിറങ്ങൾ നോക്കാതെ ഷൊർണൂരിൻ്റെ ബാൽസൺ നിറഞ്ഞു നിന്നത്. ഒരു പോരാളിയുടെ ഇടതുപക്ഷ മനസ്സുമായി ഭരണപക്ഷ കൊടിക്കൂറയുടെ നിറം നോക്കാതെ അവകാശബോധത്തെ പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് ആർജവമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഉറങ്ങിപ്പോയ നാടക പ്രസ്ഥാനത്തെ വീണ്ടും ജനകീയമാക്കുന്നതിനായി ബാൽസൺ ഷൊർണൂർ നൽകിയ സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടും. ബാൽസൺ സൃഷ്ടിച്ച സ്വാതി തിയേറ്റേഴ്സും സ്വാതിയുടെ നാടകങ്ങളിലൊന്നായ കർക്കിടക തിരുവോണവും ആധുനിക കേരള നാടക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു ബാൽസൺ ഷൊർണൂർ. ഷൊർണൂരിൽ പ്രഭാതം കലാസാംസ്കാരിക വേദിയുടെ നേതൃനിരയിൽ നിന്നാണ്
സമീപകാലത്ത് അദ്ദേഹം കലാപ്രവർത്തനത്തിൽ മുഴുകിയിരുന്നത്. നമ്മുടെ പ്രഭാതം കലാ സാംസ്കാരിക വേദി ഏതാണ്ട് 2 ദശാബ്ദക്കാലമായി ഷൊർണൂരിൽ പ്രവർത്തിക്കുന്നതും അതിൻ്റെ മനുഷ്യോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നതും ഷൊർണൂർ നിവാസികൾക്കും പരിസരത്തുള്ളവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൻ്റെ പ്രസിഡന്റ് M.R. മുരളിക്ക് കീഴിൽ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നു. അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ശ്രീ ബാൽസൺ ഷൊർണൂർ ആണ് ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഒരു ശരിയായ രീതിയിലുള്ള കലാകാരൻ, ഒരു എഴുത്തുകാരൻ, നാടകകൃത്ത്, അതുമാതിരി ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ കൃത്യമായിട്ട് കൊണ്ടു നടക്കാനുള്ള കഴിവുള്ളൊരു വ്യക്തി, സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരുടെയും ശ്രദ്ധയും സ്നേഹവും ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു സ്വഭാവമായിരുന്നു ബാലേട്ടൻ്റേത്. പ്രഭാതം ഭരത് ബാലൻ കെ നായർ സ്മാരക നാടകോത്സവത്തിൻ്റെ സംഘാടകരിൽ മുഖ്യനായിരുന്നു ബാൽസൺ ഷൊർണൂർ. നാടകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടെ അദ്ദേഹം പുലർത്തിയ സൂക്ഷ്മതയും ഒരു നാടക സംവിധായകനെന്ന നിലയിലുള്ള അച്ചടക്കവും പ്രഭാതം നാടകോത്സവത്തെ മികവുറ്റതാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ബാലസുബ്രഹ്മണ്യനും ബാൽസണും ഏറ്റവും അടുപ്പമുള്ളവർക്ക് ബാലേട്ടനുമെല്ലാമായ ആ പ്രതിഭ ഇനിയില്ല. എങ്കിലും നാടകകല നിലനിൽക്കുവോളം ഷൊർണൂരിൽ ബാൽസൺ എന്ന നാമധേയത്തിന് മരണമുണ്ടാകില്ല. ജീവിതത്തെ കലയുടെയും സമരങ്ങളുടെയും അർത്ഥപൂർണമായ വഴിയിലൂടെ നയിച്ച വസന്തത്തിൻ്റെ തയ്യൽ സൂചികൾ നിലയ്ക്കുമ്പോഴും ഘനഗംഭീരമായ ആ ശബ്ദം നാട് ഓർത്തുകൊണ്ടിരിക്കും. ഒരു കലാകാരനും മനുഷ്യസ്നേഹിയും എങ്ങനെയായിരിക്കണമെന്ന രൂപഭാവങ്ങളായിരുന്നു ബാൽസൺ. വിലാസിനിയാണ് ഭാര്യ. നടനും സാംസ്കാരിക പ്രവർത്തകനുമായ സ്വാതി മോഹൻ സഹോദരനാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ കണ്ടെയ്നർ ലോറി മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചത് മിനി ലോറിയിലുണ്ടായിരുന്ന എടപ്പാൾ സ്വദേശി മുസ്തഫ. അപകടം നടന്നത് ശനിയാഴ്ച രാവിലെ 6:30. നെല്ലറ സ്പൈസസ് കമ്പനിയിലെ ജീവനക്കാരനാണ് മരിച്ച മുസ്തഫ. മിനി ലോറി ഡ്രൈവർ മുഹമ്മദ് കാസിമിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോയമ്പത്തൂരിലേക്ക് സാധനങ്ങൾ എടുക്കാൻ പോകുന്നതിനിടെ ശനിയാഴ്ച രാവിലെ 6:30യോടെയാണ് ഇവർ സഞ്ചരിച്ച വാഹനം എതിർദിശയിൽ വന്ന കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിക്കുന്നത്. മിനി ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മിനി ലോറിയുടെ മുൻവശം പൂർണ്ണമായും വെട്ടിപ്പൊളിച്ചാണ് മുസ്തഫയെ പുറത്തെടുത്തത്. ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവർ വാഹനത്തിൽ നിന്നും തെറിച്ചു വീഴുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തിരുവല്ലോമലയിൽ നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് പതിച്ച് അപകടം. ബസ്സിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഒറ്റപ്പാലം തിരുവല്ലോമല റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. വാഹനത്തിന്റെ ടയർ പൊട്ടിയതിനെ തുടർന്നാണ് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ പറമ്പിലേക്ക് ഇറങ്ങിച്ചെന്നത്. തൃശൂർ ചേലക്കര റൂട്ടിലോടുന്ന ബസ്സിൽ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന സ്വകാര്യ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. തിരുവല്ലോമല പട്ടിപ്പറമ്പ് സ്വദേശി സഞ്ജിത്തിനെയാണ് ചേലക്കര പോലീസ് കോയമ്പത്തൂരിൽ നിന്നും പിടികൂടിയത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നുമാണ് സഞ്ജിത്തിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 25-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന കുട്ടിയെ ബസ്സിൽ കയറിയപ്പോൾ മുതൽ സഞ്ജിത്ത് ശല്യം ചെയ്യുകയും ലൈംഗിക അതിക്രമം നടത്തിയെന്നും കാണിച്ച് വിദ്യാർത്ഥി നൽകിയ പരാതിയിലാണ് കണ്ടക്ടർ പിടിയിലായത്. പോലീസ് കേസെടുത്തതോടെ ഒളിവിൽ പോയ പ്രതിക്കായി ചേലക്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെയാണ് കോയമ്പത്തൂരിൽ നിന്നും പിടികൂടുന്നത്. ചേലക്കര CI സതീഷ്, SIമാരായ ജോളി സെബാസ്റ്റ്യൻ, പൗലോസ്, CPOമാരായ ഷാനൂപ്, രതി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ IPT ആൻഡ് GPT യൂണിയൻ തെരഞ്ഞെടുപ്പിൽ UDSFന് വിജയം. ഒരു കാലത്ത് SFI കോട്ടയെന്ന് അറിയപ്പെട്ടിരുന്ന IPTയിൽ KSU MSF സഖ്യം മുഴുവൻ ജനറൽ സീറ്റും നേടിയാണ് മിന്നുന്ന വിജയം സ്വന്തമാക്കിയത്. വിജയത്തെ തുടർന്ന് UDSF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. P കാർത്തിക് ചെയർമാൻ, VS അമന, മുഹമ്മദ് നിസാമുദ്ദീൻ വൈസ് ചെയർമാൻമാർ, മുഹമ്മദ് സഞ്ജു, ഫൗസാൻ K ജനറൽ സെക്രട്ടറി, അബ്ദുൽ ഖാദർ, നിസാം PUC, അഭിനവ് ആർട്ട് സെക്രട്ടറി, IS അക്ഷയ് മാഗസിൻ എഡിറ്റർ എന്നിവരാണ് വിജയിച്ചത്. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ അമീൻ, TK ബഷീർ, KSU മുൻ ജില്ലാ സെക്രട്ടറിമാരായ ആഷിഖ് തോണിക്കടവിൽ,
ജമാൽ മപ്പാട്ടുകര, പി ഹരി, വിനോദ് പുത്തൻവീട്ടിൽ, ഹംസ മണ്ണാർക്കാട്, മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് താഹിർ ഷൊർണൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ഉപജില്ലാ കായികമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ഒക്ടോബർ 8, 9, 10 തീയതികളിൽ ഷൊർണൂർ KVR സ്കൂളിലാണ് കായികമേള. ലോഗോ പ്രകാശനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ലോഗോ പ്രകാശന ചടങ്ങിൽ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. NP രാമദാസ് സ്വാഗതം പറഞ്ഞു. വിവിധ കമ്മിറ്റി കൺവീനർമാർ, യൂണിയൻ ഭാരവാഹികൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. KVR ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി S ആദിത്യനാണ് ലോഗോ തയ്യാറാക്കിയത്. ഒക്ടോബർ 8, 9, 10 തീയതികളിൽ നടക്കുന്ന ഉപജില്ലാ കായികമേളയിൽ 2300ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. ത്രോ, ജമ്പ് ഇനങ്ങൾ ഷൊർണൂർ THSലാണ് നടക്കുക. 8 രാവിലെ 10 മണിക്ക് ഷൊർണൂർ MLA P മമ്മിക്കുട്ടി കായികമേള ഉദ്ഘാടനം ചെയ്യും. സമാപന ചടങ്ങിൻ്റെ ഉദ്ഘാടനവും സമ്മാനദാനവും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിക്കും. ലോഗോ പ്രകാശന ചടങ്ങിന് ശേഷം വിവിധ കമ്മിറ്റികളുടെ യോഗം ചേർന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSSPU ഷൊർണൂർ മഞ്ഞക്കാട് ഏരിയ കുടുംബമേള പെൻഷൻ ഭവനിൽ നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എന്നിരുന്നാലും സംസ്ഥാന ഗവൺമെന്റ് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അതിരൂക്ഷമാണെങ്കിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് ഏറ്റവും മാന്യമായിട്ടുള്ള സമീപനമാണ് നാട് ഇതുവരെ സ്വീകരിച്ചത്. കാരണം പലതും മുടങ്ങിയപ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളമോ അതുപോലെ തന്നെ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങളോ സർക്കാർ തടയാതെ ഇന്ന് വരെ കൃത്യമായിട്ടത് നൽകി വന്നിട്ടുണ്ട്. പെൻഷനേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് T വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ വൈസ് പ്രസിഡന്റ് PV ആര്യ സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം P ഗംഗാധരൻ നായർ, ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ മാസ്റ്റർ, സെക്രട്ടറി ES കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് CN ഭവദാസനുണ്ണി മാസ്റ്റർ, ഏരിയ സെക്രട്ടറി MC ശങ്കരൻ, ജോയിന്റ് സെക്രട്ടറി K കുമാരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ കടപ്പറമ്പത്ത് കാവ് ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കവിയും അധ്യാപകനുമായ P രാമൻ നിർവഹിച്ചു. മലയാള സാഹിത്യം തുടങ്ങുന്ന കാലം തൊട്ട് അച്ചക്കൊക്കെ കതിരന മുറിച്ചുച്ചകയിൽ ദിഗ്ഗജേന്ദ്രാനച്ചോ ശിവ ശിവ മഹാഘോരമോരോ യുഗാന്തേ പച്ചച്ചോരിക്കളി വെതുവെത കോരി ആരക്കുടിച്ചോരെച്ചിൽ കിണ്ണം തവ വിയതിതം ദേവി തുഭ്യം നമോസ്തു. ഭദ്രകാളിയുടെ ശത്രുവിന്റെ തല അങ്ങനെ വെട്ടി ചോര ഒടിച്ചു നിൽക്കുന്ന ഭദ്രകാളിയുടെ ഒരു ചിത്രം. ഈ ഞാനിപ്പോ ചൊല്ലിയ ശ്ലോകം എഴുതിയിട്ട് ഏതാണ്ട് 1000 കൊല്ലാവും. 1000 കൊല്ലം മുമ്പ് ഏതോ മലയാളി എഴുതിയതാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പട്ടാമ്പി ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത പിന്നണി ഗായിക രാധിക അശോക് വിശിഷ്ട അതിഥിയായി. V ബാലൻ, P ജയരാജൻ, CP ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ P മോഹനചന്ദ്രൻ സ്വാഗതവും പുനരുദ്ധാരണ കമ്മിറ്റി സെക്രട്ടറി R സന്തോഷ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം അനന്തകൃഷ്ണൻ അങ്ങാടിപ്പുറം, നിരഞ്ജൻ മനടി എന്നിവർ അവതരിപ്പിച്ച സംഗീത സന്ധ്യയും അരങ്ങേറി.
ഒക്ടോബർ 13 വരെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വൈകുന്നേരം 7 മണി മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധ കലാപരിപാടികളുടെ ഭാഗമാകാൻ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര മുണ്ടക്കാവ് ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ഒക്ടോബർ 4 മുതൽ 12 വരെ വിവിധ കലാപരിപാടികളോടുകൂടിയാണ് ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ആഘോഷിക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി സുരേഷ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായത്. മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആദ്യമായിട്ടാണ് ഒരു നവരാത്രി മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷ കാലങ്ങളായി ഈ ഒരു മഹോത്സവം ആലോചനയിലായിരുന്നു. ഇത്തവണയാണ് അതിനൊരു സാഹചര്യം ഇവിടെ ഉണ്ടായത്. ആദ്യമായി തന്നെ ദേവിയോട് ഈ ഒരു അവസരം ഒരുക്കി തന്നതിൽ ഞാൻ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടന ചടങ്ങിൽ മഞ്ഞക്കര വേല കമ്മിറ്റി സെക്രട്ടറി CK ചെന്താമരാശൻ, അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി സെക്രട്ടറി CK വിജയൻ, മുരളി മങ്കര, മോഹൻദാസ് വരദം, സുരേഷ് ബാബു, ചാത്തുസ്വാമി, MA മോഹൻ, രാധാകൃഷ്ണൻ കല്ലിങ്ങൽ, പാലാട്ട് മോഹൻദാസ്, മോഹൻ കൊയിലത്ത് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് കേരശ്ശേരി ബാലനും സംഘവും അവതരിപ്പിച്ച ഭജനയും നടന്നു. ഇനിയുള്ള 9 ദിവസം ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഒക്ടോബർ 12-നാണ് നവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിക്കുക. ഒക്ടോബർ 13 വിജയദശമി നാളിൽ ക്ഷേത്രത്തിൽ വിദ്യാരംഭം, വാഹനപൂജ, എഴുത്തിനിരുത്തൽ എന്നിവ നടക്കുമെന്ന് ക്ഷേത്ര മേൽശാന്തി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ സെപ്റ്റംബർ 29-ന് ആരംഭിച്ച ശ്രീമദ് നാരായണീയ സപ്താഹ യജ്ഞം ഞായറാഴ്ച സമാപിക്കും. യജ്ഞത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നാരായണീയ പാരായണ യജ്ഞത്തിൽ ബ്രഹ്മശ്രീ കൽപ്പകശ്ശേരി വേണു മൂസദ് ആചാര്യനും പുല്ലങ്കോട് സത്യൻ നമ്പൂതിരി സഹ ആചാര്യനുമാണ്. വെള്ളിയാഴ്ച വേണുഗാനവർണ്ണനം, ഗോവർദ്ധനോദ്ധാരണം, ഗോവിന്ദവട്ടാഭിഷേകം, രാസക്രീഡ, അക്രൂരഗമനം, കംസവധം എന്നീ ഭാഗങ്ങളുടെ പാരായണത്തിന് ശേഷം രുക്മിണി സ്വയംവരം നടന്നു. ഗാഢഭക്തിവർദ്ധനവും മംഗല്യസിദ്ധിയുമാണ് കഥാശ്രവണ ഫലമെന്ന് ആചാര്യന്മാർ പറഞ്ഞു. നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞായറാഴ്ച നാരായണീയ സപ്താഹ യജ്ഞത്തിന് സമാപനമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. CPI-യിൽ ഭിന്നതയില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ഭിന്നത മാധ്യമ സൃഷ്ടി. പാർട്ടിയിൽ നടക്കുന്നത് ആരോഗ്യകരമായ ചർച്ചകൾ. സെക്രട്ടറി ഒറ്റപ്പെട്ടിട്ടില്ല. ADGP-യെ മാറ്റി നിർത്തൽ സാധ്യമാകുമെന്നു തന്നെയാണ് കരുതുന്നതെന്നും K. രാജൻ. തൃശൂർ ചേലക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ സ്കൂൾ വിദ്യാർത്ഥിനിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന കണ്ടക്ടർ അറസ്റ്റിൽ. പിടിയിലായത് തിരുവല്ലോമല പട്ടിപ്പറമ്പ് സ്വദേശി സഞ്ജിത്ത്. പ്രതിയെ ചേലക്കര പോലീസ് പിടികൂടിയത് കോയമ്പത്തൂരിൽ വച്ച്. ലക്കിടി കൂട്ടുപാതയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. അപകടം കണ്ടെയ്നർ ലോറിയും മിനി ലോറിയും കൂട്ടിയിടിച്ച്. മരിച്ചത് മിനി ലോറിയിലുണ്ടായിരുന്ന എടപ്പാൾ സ്വദേശി മുസ്തഫ. തിരുവല്ലോമലയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് താഴ്ചയിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാടക പ്രതിഭ ബാൽസൻ ഷൊർണൂർ അരങ്ങൊഴിഞ്ഞു. വിടവാങ്ങിയത് കലാരംഗത്തും പൊതുപ്രവർത്തന രംഗത്തും നിറഞ്ഞുനിന്ന വ്യക്തിത്വം. അപ്രതീക്ഷിത വിയോഗം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.